ദൈവം എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്? വോട്ട് പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ജാഥ നടത്താൻ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, എല്ലാമുണ്ട്. മതമുണ്ടാക്കിയത് വോട്ട് പിടിക്കാനും, മതമുണ്ടാക്കിയത് പൈസ ഉണ്ടാക്കാനുമല്ല. മതമുണ്ടാക്കിയത് മനുഷ്യൻ ആന്തരിക ദർശനം കൊടുക്കാനാണ്, അകത്ത് വെളിച്ചം കൊടുക്കാനാണ്. ആ വെളിച്ചത്തെയാണ് വേദങ്ങളുടെ മൂലമന്ത്രം ആദ്യം പ്രാർത്ഥിച്ചത്. വേദങ്ങളുടെ മൂലമന്ത്രം എന്താ? സൂര്യഗായത്രി. സൂര്യഗായത്രി എന്താ? സൂര്യഗായത്രി അതിനെക്കുറിച്ച് മനോഹരമായ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വയലാർ രാമവർമ്മ സൂര്യഗായത്രിയെ കുറിച്ചിട്ട്. പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഈ മന്ത്രങ്ങളെല്ലാം നമുക്കറിയാമെന്നല്ലാതെ, മന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നല്ലാതെ ഒരു മന്ത്രത്തിന്റെയും അർത്ഥം പഠിക്കാത്തതാണ് നമുക്ക് പറ്റിയ അബദ്ധം. നമ്മൾ ചെയ്യുന്ന പ്രജ്ഞാപരാധമാണ്. പ്രജ്ഞാപരാധമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി കോവിഡ് അല്ല. ഏറ്റവും വലിയ ഭീഷണി കടുവയല്ല, ആനയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രജ്ഞാപരാധം. പ്രജ്ഞയുള്ളവനാണ് മനുഷ്യൻ. എന്നിട്ട് അറിവുണ്ടായിട്ടും ആ അറിവിനോട് അപരാധം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് വിദ്യയെ കുറിച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടൊരു സങ്കല്പം ഉപനിഷത്തിലുണ്ട്. വിദ്യയാമൃതമശ്നുതേ. വിദ്യയാണ് അശ്നുത. എല്ലാ കാലത്തേക്കും അമൃതായിട്ട് മരിക്കാതെ നിൽക്കുന്നത് അറിവാണ്. ആ വിദ്യയാണ് വെളിച്ചം. എന്താണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം? ഓം എന്നാ തുടങ്ങുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമാണെന്ന് വിചാരിക്കരുത്. കാരണം ഓം എന്ന മന്ത്രമുണ്ടാകുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഒരു മതവുമില്ല. ഹിന്ദുമതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തുമതമില്ല, യഹൂദ മതമില്ല. ഓം എന്ന് ചൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു മതവുമില്ല. അത് പ്രകൃതിയുടെ 3 നിയമങ്ങളാണ്. എന്താണ് ഈ 3 നിയമങ്ങൾ? ആ ഊ അം കൂട്ടി വായിച്ചാൽ ഓം. ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. 3 മൂർത്തികളായിട്ട് ഞങ്ങൾ സങ്കല്പിച്ചത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ 3 എന്ന നമ്പർ വിശിഷ്ട നമ്പറായത്. എന്തുകൊണ്ടാണ്? നമ്മൾ തൊട്ടു തലയിൽ വെക്കുന്നത് 3 പ്രാവശ്യമല്ലേ? അമ്പലം ചുറ്റുന്നത് 3 പ്രാവശ്യമല്ലേ? കല്യാണ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ദീപം വലം വെക്കുന്നത് 3 പ്രാവശ്യമല്ലേ? ഉഴിയുന്നത് 3 പ്രാവശ്യമല്ലേ? മരിച്ചിട്ട് അവസാനം കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് 3 പ്രാവശ്യം ആട്ടും. എന്നാ 3 ജനിച്ചു, ജീവിച്ചു, ഇതാ മരിച്ചു, പൊട്ടറൈറ്റ്. അതാണ് 3. 3ന്റെ കണക്കതാ. ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഇത് കൂട്ടി പറഞ്ഞാൽ